ഹലോ, നമസ്കാരം പ്രിയ കൂട്ടുകാരെ. മാത്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഒരു സീക്വൻസ് 10, 20 ഡാഷ് ഇങ്ങനെ ഡാഷ് ഇട്ട് തന്നിട്ട് അപ്പുറത്തുള്ള പദങ്ങൾ എങ്ങനെ കാണണം, അതുപോലെ ഇപ്പുറത്തുള്ള പദങ്ങൾ എങ്ങനെ കാണണം എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അടുത്തടുത്ത പദങ്ങളുണ്ട്, കോൺസിക്യൂട്ടീവ് ടേംസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്ക് പൊതുവ്യത്യാസം കാണാം. ഇപ്പുറത്തുള്ള പദം കാണണമെങ്കിൽ പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി, ഇപ്പുറത്തുള്ള പദം കാണണമെങ്കിൽ പൊതുവ്യത്യാസം കുറച്ചാൽ മതി അല്ലേ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. ഇനി ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ 3 ടേംസ് തന്നു. അതിൽ മിഡിൽ ടേം മിസ്സിംഗ് ആണെങ്കിൽ ആ മിഡിൽ ടേം എങ്ങനെ കാണും എന്നുള്ളതാണ്. തുടർച്ചയായ 3 പദങ്ങളിൽ മധ്യത്തിലുള്ള പദം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ കാണും, അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, ഹൗ ക്യാൻ വി ഫൈൻഡ് ദ മിഡിൽ ടേം ഓർ മധ്യപദം എങ്ങനെ കാണാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കാം. അതിനു വേണ്ടി ആ 3 പദങ്ങൾ ഞാൻ ABC എന്ന് എടുത്തു. ABC ഇവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങൾ ആണ്. ഇങ്ങനെ ആണെങ്കിൽ സമാന്തര ശ്രേണി ആണോ അല്ലയോ എന്ന് എങ്ങനെ നോക്കാൻ നമുക്കറിയാം. എന്താ നമ്മൾ ചെയ്യല്? x2 - x1 കാണും, x3 - x2 കാണും. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമ്മൾ സമാന്തര ശ്രേണി ആണ് എന്ന് പറയും അല്ലേ. അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലേ എന്ന് നോക്കാൻ നമുക്കറിയാം. ഇനി അരിത്മെറ്റിക് സീക്വൻസ് ആണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമുക്ക് എന്തെഴുതാം? x2 - x1 ഈക്വൽസ് x3 - x2 എന്നെഴുതാം. റെഡിയല്ലേ? സമാന്തര ശ്രേണി ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. നോക്കാം, നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്താ? ആ മിഡിൽ ടേം ഈ ബി കാണുന്നതിനുള്ള ഇക്വേഷൻ ഉണ്ടാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. നോക്കാം, ഇങ്ങനെ എഴുതി. ഇനി ഇതിൽ നിന്നും നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ABC ഇത് x1 x2 x3 x2 b മൈനസ് x1 a ഈക്വൽ ടു x3 c മൈനസ് b എഴുതി. ഇനി നമുക്ക് വേണ്ടത് ബി ആണ് കാണേണ്ടത്. അപ്പോൾ ബി ഒക്കെ നമ്മൾ ഈക്വൽ ടുവിൻ്റെ ഒരു ഭാഗത്ത് കൊണ്ടുവരാം. ബി അല്ലാത്തത് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തൊക്കെ കൊണ്ടുപോകാം. ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരിക? പ്ലസ് എന്നുള്ളത് മൈനസ് ആകും, മൈനസ് എന്നുള്ളത് പ്ലസ് ആകും. അതുപോലെ ഗുണിക്കണം എന്നുള്ളത് ഹരിക്കണം എന്നാകും, ഹരിക്കണം എന്നുള്ളത് ഗുണിക്കണം എന്നാകും. ഇതാണ് ചേഞ്ചസ്. പ്ലസും മൈനസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതുപോലെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. നോക്കാം, ഇവിടെ നമുക്ക് ബി വേണം. അപ്പോൾ ബി ഇവിടെ എഴുതി, ഈ ബി ഇവിടെ എഴുതി. ഇനി അപ്പുറത്തുള്ള ബീനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പുറത്തുള്ള ബീൻ്റെ പ്രത്യേകത മൈനസ് ബി ആണ്. അതിന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താകും? പ്ലസ് ബി എന്നാകും. ഈക്വൽ ടു. ഇനി ബാക്കിയുള്ളത് നമ്മൾ അപ്പുറത്തൊക്കെ എഴുതാം. അവിടെ ആരുണ്ട്? സി ഉണ്ട്. ഇനി ഈ ഏന അങ്ങോട്ട് കൊണ്ടുപോകാം. മൈനസ് ഏന അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? പ്ലസ് എ എന്നാകും. റൈറ്റ്? അപ്പോൾ ബി പ്ലസ് ബി എന്താ? 2b സമം സി പ്ലസ് എ അല്ലെങ്കിൽ എ പ്ലസ് സി. ഇനി ഇവിടുന്ന് ബി കാണണമെങ്കിൽ ബി ഈക്വൽ ടു എ പ്ലസ് സി ബൈ 2. എന്തായി? മിഡിൽ ടേം ബി കാണുന്നതിനുള്ള ഇക്വേഷൻ കിട്ടി. അപ്പം ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബോക്സിലാക്കിയിട്ട് എഴുതാം.
ഒരു ബോക്സിലാക്കിയിട്ട് എഴുതാം. അപ്പോൾ 3 കോൺസിക്യൂട്ടീവ് ടേംസിൽ മിഡിൽ ടേം കാണുന്നതിനുള്ള ഇക്വേഷൻ b = a+c/2 ഓർ 2b = a+c. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ 10-20 are the 3 terms of an arithmetic sequence, find the middle term. സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ 3 പദങ്ങളാണെങ്കിൽ ആ മധ്യത്തിലുള്ള പദം കാണുക. അപ്പോൾ ഇതിനെ നമുക്ക് എ എന്ന് കൊടുക്കാം, ഇതിനെ ബി എന്ന് കൊടുക്കാം, ഇതിനെ സി എന്ന് കൊടുക്കാം. നമ്മളങ്ങനെ കൊടുത്തു. ഇനി മധ്യത്തിലുള്ള പദം ബി കാണുന്നതിനുള്ള ഇക്വേഷൻ a+c/2 എന്തായിരുന്നു അതെഴുതി. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. b = എത്രയായിരുന്നു? 10 + co 20/2. b = 10 + 20 30/2 = 15. ഓക്കെ, അപ്പം എന്തായി? മിഡിൽ ടേം കിട്ടി. അപ്പോൾ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ മിഡിൽ ടേം കാണുന്നതിനുള്ള ഇക്വേഷൻ ഇതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ P8 etc. is an arithmetic sequence. Find the value of P. P യുടെ വാല്യൂ കാണണം അല്ലേ? അപ്പോൾ 3 കോൺസിക്യൂട്ടീവ് ടേംസിൽ മിഡിൽ ടേം അല്ലേ? ആണ്. അപ്പോൾ ഇത് നമുക്ക് എ ആയിട്ട് കൺസിഡർ ചെയ്യാം, ഇത് ബി, ഇത് സി അല്ലേ? ഇനി ഇവിടെ ബി ആണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ b = a+c/2. നൗ ബി എന്തായിരുന്നു? പി ആണ്. p = a2 + 8/2. ദാറ്റ് ഈസ് 2 + 8 10/2 = 5. എന്ത് കിട്ടി? മിഡിൽ ടേം കിട്ടി. റെഡിയായോ? അപ്പോൾ ഇങ്ങനെ 3 കോൺസിക്യൂട്ടീവ് ടേംസിൽ മിഡിൽ ടേം കാണാൻ പറഞ്ഞാൽ ചിലപ്പോൾ അത് ഡാഷ് ഇട്ടായിരിക്കും തരിക, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വേരിയബിൾ തരും. അങ്ങനെയാണെങ്കിലും ഈ രൂപത്തിലാണ് ചെയ്യേണ്ടത്. ക്ലിയറായോ? ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം, നോക്കാം. വേറെ ഒന്നുകൂടി ചെയ്ത് നോക്കാം. നമ്മൾ 12-18- റൈറ്റ് ദ മിസ്സിംഗ് ടേംസ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ശ്രേണിയിലെ വിട്ടുപോയ പദങ്ങൾ എഴുതണം. അപ്പോൾ നമ്മൾ ശ്രേണി കിട്ടി, ക്വസ്റ്റ്യൻ കിട്ടി, നമ്മളിങ്ങനെ നോക്കാം. എന്താ നോക്കുന്നത്? അടുത്തടുത്ത പദങ്ങളുണ്ടോ, കോൺസിക്യൂട്ടീവ് ടേംസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ രൂപത്തിലാണ് ചെയ്യേണ്ടത്. കോമൺ ഡിഫറൻസ് കണ്ട് അപ്പുറത്തുള്ള കാണണമെങ്കിൽ കൂട്ടുക, ഇപ്പുറത്തുള്ള കാണണമെങ്കിൽ കുറക്കുക. ഇവിടെ എന്തില്ല? അടുത്തടുത്തുള്ള ടേംസ് ഇല്ല, കോൺസിക്യൂട്ടീവ് ടേംസ് ഇല്ല. അതുകൊണ്ട് ആദ്യത്തെ 3 എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നടുവത്തെ പദം മിസ്സിംഗ് ആണ്. ശരിയല്ലേ? അപ്പോൾ അവിടെ നമ്മൾ മിഡിൽ ടേം കാണണം. ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്. റൈറ്റ്. ഇനി ഇക്വേഷൻ നമുക്കറിയാം. b = a+c/2. നൗ b = a12 + c 18/2. ആഡ് ചെയ്യാം അല്ലേ? 8ഉം 2ഉം 10, ബാക്കി 1, 1, 1, 2, 1, 3, 30/2 = 15. അപ്പം എന്തായി? ഇവിടെയുള്ള ഈ മിസ്സിംഗ് ടേം നമുക്ക് കിട്ടി, 15 കിട്ടി. ഇനി അടുത്ത ടേം കാണണം അല്ലേ? ഈ ടേം കാണണമെങ്കിൽ ഇനി നമ്മൾ ഇങ്ങനൊന്നും പോണ്ട, ഇങ്ങനെ പോയാലും കിട്ടും. ഇങ്ങനെ പോണോ? പോണ്ട. എന്ത് മതി? ഇനി അടുത്തടുത്ത പദം കിട്ടി. നമുക്ക് കോമൺ ഡിഫറൻസ് കാണാം. എത്ര കോമൺ ഡിഫറൻസ്? 15 - 12 അല്ലേ? x2 - x1 3. ഇനി ഈ 4th ടേം കിട്ടണമെങ്കിൽ ഇതിനോട് കൂടി കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി.
ഫോർത്ത് ടേം ഈക്വൽ ടു 18 പ്ലസ് ഡി എത്ര ഉണ്ടാവും അല്ലേ? 18 പ്ലസ് 3 ദാറ്റ് ഈസ് 21. ഓക്കെ, അപ്പോൾ 3 കോൺസിക്യൂട്ടീവ് ടേംസിൽ മിഡിൽ ടേം ഇല്ലെങ്കിൽ അത് കാണുന്നതിനുള്ള ഇക്വേഷനാണ് ബി ഈക്വൽ ടു എ പ്ലസ് സി ബൈ 2 ഓർ 2b ഈക്വൽ ടു എ പ്ലസ്. ഇനി ഇതിൽ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ഉണ്ട്, അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ വെറൈറ്റി ചില സമയത്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊന്നും ഈ ക്വസ്റ്റ്യൻ ഇല്ല, എന്നാൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഫസ്റ്റ് ടൈം എക്സാം, അതുപോലെ മോഡൽ എക്സാം, അതുപോലെ നിങ്ങളെ യൂണിറ്റ് ടെസ്റ്റുകളിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. നമുക്ക് അതിനും വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: 2x പ്ലസ് 1 4x മൈനസ് 1 5x പ്ലസ് 1 എക്സെട്രാ ഈസ് an arithmetic sequence. ഒരു സമാന്തര ശ്രേണി ആണ്. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് എക്സിൻ്റെ വില കാണുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ദ സീക്വൻസ്, ആ ശ്രേണി എഴുതുക. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇവിടെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഉണ്ട്, അതിലൊക്കെ ഒരു ചരമുണ്ട്, ഒരു വേരിയബിൾ ഉണ്ട്. ഈ രൂപത്തിൽ ഓരോ ടേമിലും എക്സോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ചരങ്ങളോ ഉള്ള പദങ്ങൾ തന്നിട്ട് അവിടുന്ന് ആ ചരത്തിൻ്റെ ആ വേരിയബിളിൻ്റെ വാല്യൂ കാണാൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷനിലുള്ള ആ ഇക്വേഷൻസിലെ 2b ഈക്വൽ ടു എ പ്ലസ് സി എന്ന് പറയുന്ന ഇക്വേഷനാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്ത് നോക്കാം. ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്. വാല്യൂ കൊടുത്ത് ചെയ്ത് നോക്കാം. 2 ഇൻറ്റു ബി എന്താ 4x മൈനസ് 1 ഈക്വൽ ടു. അപ്പം ഞാൻ ഈ ബിയിൽ ഇങ്ങനെ 2 ടേം ഉണ്ടായത് കൊണ്ട് ഇതിന് രണ്ടിനും ബാധകമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രാക്കറ്റ് ഇട്ട്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ബ്രാക്കറ്റ് ഇടണം. ഓക്കെ, ഈക്വൽ ടു എ എന്ന് പറയുന്നത് 2x പ്ലസ് 1 പ്ലസ് സി എന്ന് പറയുന്നത് 5x പ്ലസ് 1. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? എവിടെയാണോ മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത് അവിടെ മൾട്ടിപ്ലൈ ചെയ്യണം, എവിടെയാണോ ആഡ് ചെയ്യാനുള്ളത് അവിടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ അല്ലേ മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത്, അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈന്, നമ്പർ, വേരിയബിൾ, ചിഹ്നം, സംഖ്യ, ചരം. ഇവിടെ പ്ലസ് ഇൻറ്റു പ്ലസ് പ്ലസ് 2 ഇൻറ്റു 4 8x. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് 2 ഇൻറ്റു 1 2 ഈക്വൽ ടു. ഇനി ഇവിടെ ആഡ് ചെയ്യാനാണ്. ആഡ് ചെയ്യുമ്പോൾ 2x കൂടി ആഡ് ചെയ്യാൻ പറ്റിയതിലേതാ? ഒന്നാണോ? അല്ല, 5x അല്ലേ? തേങ്ങ മാങ്ങ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ 2x പ്ലസ് 5x, 2 തേങ്ങ പ്ലസ് 5 തേങ്ങ, 7 തേങ്ങ പ്ലസ് ഇനി നമ്പേഴ്സ് 1 പ്ലസ് 1 2. റെഡിയല്ലേ? ഇനി എന്ത് ചെയ്യണം? എക്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എക്സ് ഉള്ളതൊക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ 8x ഇവിടെ ഉണ്ട്. ഇനി ഈ 7x അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്തായി? മൈനസ് 7x എന്നായി. അവിടെ 2 ഉണ്ട്. ഇനി ഈ -2 അപ്പുറത്ത് കൊണ്ടുപോകും. അപ്പോൾ എന്തായി? പ്ലസ് 2 എന്നായി. ഇനി ഇത് നോക്കുക, 8x മൈനസ് 7x ഒരു എക്സ്. അപ്പോൾ എക്സ് ഒന്നും തരണം എന്നില്ല, ഈക്വൽ ടു 4. എക്സിൻ്റെ വാല്യൂ എന്താ? 4 എന്ന് കിട്ടും. ശരിയല്ലേ? 4 എന്ന് കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസറായി. എക്സിൻ്റെ വില കാണുക. ഇനി റൈറ്റ് ദ സീക്വൻസ്.
അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിലെ ടേംസ് എഴുതണം. അപ്പോൾ ഇവിടെ ഒന്നാമത്തത് 2 × 4 + 1 അതാണ് ഒന്നാമത്തെ വരിക. അടുത്തത് 4 × x 4 - 1. അടുത്തത് 5 × 4 + 1. ഇതിൽ ഓരോ സ്ഥലത്തും എക്സിന് ഞാൻ 4 കൊടുത്തു. അപ്പോൾ 2 × 4 8 + 1 9, 4 × 4 16 - 1 15. ഇനി 4 × 5 20 + 1 21. ഇതാണെന്ത്, ആ 3 ടേംസ്. ഓക്കെ, അപ്പോൾ ഇന്ന് എന്ത് പറഞ്ഞു, ഈ വീഡിയോയിൽ നമ്മൾ എന്ത് പറഞ്ഞു? 3 കോൺസിക്യൂട്ടീവ് ടേംസിൽ മിഡിൽ ടേം മിസ്സിംഗ് ആണെങ്കിൽ അത് കാണുന്ന ഇക്വേഷൻ b = a + c/2. അതുപോലെ ഒരു സീക്വൻസിലെ ടേംസുകളിൽ എക്സ് വെച്ച് തന്നിട്ട് അതിൻ്റെ എക്സിൻ്റെ വാല്യൂ കാണാൻ പറഞ്ഞാലും നമ്മൾ ഈ ഇക്വേഷൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായോ? ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത്തരം ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി നിങ്ങൾ ഒന്ന് ചെയ്യല്ല. ഓക്കെ, ഈ രണ്ടാമത് പറഞ്ഞ ടൈപ്പ് ടെക്സ്റ്റ് ബുക്കിലില്ല. അത് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾ നോക്കുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ട് ചെയ്തു നോക്കുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, ഈ രൂപത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ 1 or 2 ക്വസ്റ്റ്യൻസ് അടുത്ത ദിവസം നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഇതെന്നെ ചെയ്തു നോക്കുക, എന്നിട്ട് ആ ക്വസ്റ്റ്യൻസും ചെയ്തു നോക്കുക. അപ്പോൾ അത് ക്ലിയർ ആകും. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും നേരാണ്. അപ്പോൾ മാത്സ് നമ്മുടെ കാര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.